പോലെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തീ പുകയാത്ത ഷോ കിച്ചണുകൾ. അപ്പോൾ ഈ ഷോ കിച്ചൺ എന്താണെന്ന് എല്ലാവർക്കും പറഞ്ഞു മനസ്സിലായി. ഷോ കിച്ചൺ പണിതിടുന്നു, അത് ഉപയോഗിക്കാത്തതിന്റെ മെയിൻ റീസൺ എന്തായിരിക്കും? അത് ഷോ കിച്ചൺ ചെയ്യുമ്പോൾ എല്ലാവരും ആ ഒരു ഫാന്റസി എന്നുള്ള രീതിയിലാണ് പോവാ. ഈ ഓപ്പൺ കിച്ചണും ഷോ കിച്ചണും ഒന്നല്ലല്ലോ. 30 lakhs വരെ നമ്മൾ ഷോ കിച്ചൺ വെക്കണോ വീട്ടില്? നമസ്കാരം. എപ്പോഴും നമ്മൾ വീട് വയ്ക്കുമ്പോഴത്തേക്കും ഒരുപാട് ആശങ്കകൾ, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മുന്നിൽ ഉണ്ടാവാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കുറേയേറെ ക്വസ്റ്റ്യനുകൾ നമ്മുടെ ഇനിയുള്ള ഈ വ്യാഴാഴ്ച ദിവസം 5 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ അതിൻ്റെ ഉത്തരങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ തംബ്നെയിലിൽ കണ്ടതുപോലെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തീ പുകയാത്ത ഷോ കിച്ചണുകൾ അല്ലെങ്കിൽ ഡിസ്പ്ലേ കിച്ചണുകളെ കുറിച്ചാണ്. അപ്പോൾ അതെന്താണ്, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുണ്ടാകും. ശരിക്കും ഇനി വരുന്ന വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു വീട് വെക്കുമ്പോഴത്തേക്കും ബഡ്ജറ്റ് എങ്ങനെ നിയന്ത്രിക്കാം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി എന്നുള്ളതാണ് എങ്ങനെയാണെന്നാണ് പലരും ചിന്തിക്കുന്നത്. ബഡ്ജറ്റ് നിയന്ത്രിക്കുമ്പോഴാണ് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവുന്നത്. അങ്ങനെയൊക്കെയുള്ള ഏറ്റവും മികച്ച കണ്ടന്റുകൾ നമ്മുടെ വീഡിയോയിൽ വരും വ്യാഴാഴ്ച ദിവസങ്ങളിൽ വൈകിട്ട് 5 മണിക്ക്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിലും, എന്തിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ കമന്റ് ആയിട്ട് ഇടുക. അതിനെ വെച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും പരിഹാരമായിട്ടുള്ള Q&A പോലെയും നമ്മുടെ വീഡിയോസ് വരുന്നുണ്ട്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ അത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും വരുന്നത്. ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ തീ പുകയാത്ത ഷോ കിച്ചണുകളെ കുറിച്ചിട്ടാണ്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് തീ പുകയാത്ത ഷോ കിച്ചണുകൾ. അപ്പോൾ അതിനകത്ത് ബേസിക് ആയിട്ട് ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിക്കാണ് പോകുന്നത്. ഞങ്ങൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരിക്കുന്ന പല ആൾക്കാരോട് ചോദിച്ചും പിന്നെ മുൻപ് നമ്മുടെ തന്നെ കമന്റ് ബോക്സുകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കിയത്. ഞാൻ പറയുമായിരുന്നു, നമുക്കിനി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഏത് കണ്ടന്റിനെ കുറിച്ചും നമ്മുടെ താഴെ കമന്റ് ബോക്സിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ എല്ലാ വ്യാഴാഴ്ചകളിലും നമുക്ക് 5 മണിക്ക് നമ്മുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ എന്താണോ ആ കണ്ടന്റ് അതിനെ അധികരിച്ചിട്ടായിരിക്കും സംശയം മാറ്റാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ. അതെ, അങ്ങനെ ഒരു സെഷൻ, അങ്ങനെ ഒരു വീഡിയോ ആയിരിക്കും വരിക. അതായത് നമ്മൾ പലയിടത്തും ഇപ്പോൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഷോ കിച്ചൺ എന്നുള്ളത്. അതെ. അപ്പം എന്താണ് ഈ ഷോ കിച്ചൺ എന്ന് പലർക്കും അറിയില്ല. അപ്പൊ ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ ഈ ഷോ കിച്ചൺ എന്താണെന്ന് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കിയത്. അതെ, ഷോ കിച്ചൺ പേര് പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഷോ കിച്ചൺ എന്ന് പറയുന്നത്. ഇതിന് 2 പേരുകൾ പറയും. ഒന്ന് ഷോ കിച്ചൺ, ഡിസ്പ്ലേ കിച്ചൺ. നമ്മൾ വീട് വയ്ക്കുന്നതിന് മുന്നേ ഒരുപാട് കിച്ചൺ സ്റ്റുഡിയോസിൽ പോയിട്ടുണ്ട്. അതായത് കിച്ചൺ ചെയ്തു വെച്ചിരിക്കുന്ന അവരുടെ സ്റ്റുഡിയോസിൽ. ആ സ്റ്റുഡിയോയിൽ എന്തെങ്കിലും വർക്കുകൾ ചെയ്യുന്നുണ്ടോ? മീൻസ് ചായ തിളപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല, കാണാൻ വേണ്ടി മാത്രം. അതായത് ഡിസ്പ്ലേക്കാണ്. പേര് പോലെ തന്നെ നമ്മൾ ഒരാൾ ചെല്ലുമ്പോഴത്തേക്കും അയാൾക്ക് കാണാം ഷോക്കേസ് ചെയ്തിരിക്കുന്ന കിച്ചൺ. യഥാർത്ഥത്തിൽ അതാണ് ഷോ കിച്ചൺ അല്ല ഡിസ്പ്ലേ കിച്ചൺ എന്ന് പറയുന്നത്. ആ ഡിസ്പ്ലേ കിച്ചണിൽ നമ്മൾ വേറൊരു പ്രവൃത്തികളും ചെയ്യാറില്ല. അത് ആ സ്റ്റുഡിയോയിൽ കണ്ടത് എന്താണോ അത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീട്ടിൽ അങ്ങനെ തന്നെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. സ്റ്റുഡിയോയിൽ കണ്ടത് അതുപോലെ എടുത്തിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്ക് എറണാകുളത്ത് ഞാൻ വീഡിയോ ചെയ്യാൻ പോയിരിക്കുന്ന ഒരു കമ്പനിയിൽ അവർ ഇത് തന്നെ പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്ന സാധനം ഞങ്ങൾ ഇന്ന ആൾക്ക് കൊടുത്തു, ഷോ കിച്ചണായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആവശ്യക്കാർ ഏറെയാണ്. യഥാർത്ഥത്തിൽ ഒരു ഷോക്കേസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഉപയോഗിക്കാതെ ഒരു വീട്ടിൽ അങ്ങനെ വെച്ചിരിക്കുന്ന കിച്ചണുകളെയാണ് യഥാർത്ഥത്തിൽ ഷോ കിച്ചൺ അല്ലെ ഡിസ്പ്ലേ കിച്ചൺ എന്ന് പറയുന്നത്. ഈ ഒരു ഷോ കിച്ചൺ ഉള്ള വീട്ടിൽ എന്തായാലും വർക്ക് ചെയ്യാനായിട്ട് അതിൽ പറ്റത്തില്ല. ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരൊരു വർക്കിംഗ് കിച്ചൺ സെപ്പറേറ്റ് വെക്കും. അതെ. അപ്പൊ അതിലെന്തൊക്കെ ഈ ഷോ കിച്ചൺ മാറ്റി അത് പണിയുമ്പോഴുള്ള വ്യത്യസ്തത എന്തൊക്കെയാണ്? ഇതിനകത്ത് ഇത് ചെയ്യുന്ന ആൾക്കാർ കാറ്റഗറൈസ് ചെയ്യാം. നമ്മൾ സാധാരണ രീതിയിൽ വീട് വെക്കാൻ നേരത്ത് ഒരു 50 ലക്ഷത്തിനൊക്കെ താഴെ അല്ലെങ്കിൽ അതിൽ താഴെ പോട്ടെ 20 ലക്ഷം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നത്, ഒറ്റ കിച്ചണ് ഇത് ചെയ്യും. ഇനി അതല്ല, നമുക്കിപ്പോൾ വീട്ടിൽ വരുന്നവർക്ക് നമുക്ക് കാണാനായിട്ടൊരു കിച്ചൺ അല്ലെങ്കിൽ അതിനകത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം വർക്ക് ചെയ്യാനായിട്ട് എന്തായാലും കിച്ചൺ വേണം. ഭക്ഷണം പാകം ചെയ്യാനായിട്ടും ഇത് ചെയ്യാനായിട്ട് ഒരു കിച്ചൺ എന്തായാലും വേണം. അതിനായിട്ട് എന്താ ഇവർ സെക്കൻഡ് കിച്ചൺ അല്ലെങ്കിൽ ഇതിനകത്തൊരു വർക്കിംഗ് കിച്ചൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടാക്കും. അവിടെയാണ് സർവ്വ പണികളും നടക്കുന്നത്. എല്ലാ ജോലികളും അവിടെ ആയിരിക്കും നടക്കുന്നത്. ഇപ്പൊ ഭക്ഷണം പാചകം ചെയ്യുന്നത് ഉൾപ്പെടെ ഇരുന്നൊരു തേങ്ങ ചിരണ്ടണമെങ്കിൽ പോലും അതിനകത്ത് ഇരുന്നിട്ടായിരിക്കും ചെയ്യാം. ക്ലീനിങ്ങും എല്ലാം. ഷോ കിച്ചണിലോട്ട് ഒറ്റ വാക്കി പറഞ്ഞാൽ ഒരു പാല് തിളപ്പിക്കാൻ പോലും എത്താറില്ല. പാല് കാച്ചൻ അന്ന് ചിലപ്പോൾ തിളപ്പിച്ചത് അന്ന് പോലും ചിലപ്പോൾ ഒഴിവാക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഷോ കിച്ചൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്, ചില മാനദണ്ഡങ്ങൾ, അത് നമുക്ക് വഴിയാ പറയാം. അപ്പോ ഈ വർക്കിംഗ് കിച്ചണും ഷോ കിച്ചണും തമ്മിൽ പ്രധാന വ്യത്യാസം എന്ന് വെച്ചാൽ ഷോ കിച്ചണിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെയാണ്, ഷോ മാത്രമേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് വർക്കുകളൊന്നും ആരും സാധാരണ ചെയ്യാറില്ല.
വർക്കിംഗ് കിച്ചണില് വീട്ടിലോട്ട് പാചകം ചെയ്യാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ചെയ്യുന്ന സ്ഥലമാണ് എന്ത്, വർക്കിംഗ് കിച്ചൺ. അത് സെക്കൻഡ് കിച്ചണും വർക്കിംഗ് കിച്ചണും ഒക്കെ നമ്മൾ വിളിക്കും. അപ്പൊ ഈ ഫ്രിഡ്ജ് ഒക്കെ ചിലപ്പം ഷോ കിച്ചണില് അങ്ങനത്തെ ഡിസ്പ്ലേ ഐറ്റംസ് അവിടെ വെക്കുന്നുണ്ട്. 2 ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ആൾക്കാർ മിക്കവാറും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അത്യാവശ്യം ഒരു എബോവ് ആവറേജ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ അടുത്ത് ഞാൻ ചെയ്തൊരു വീട് 30 ലക്ഷമായിരുന്നു ഒരു ഇന്റീരിയറിന്റെ ബഡ്ജറ്റ്. നമ്മുടെ വീട്ടിൽ ടോട്ടൽ ചെയ്ത ഇന്റീരിയർ ബഡ്ജറ്റ് എത്രയാണെന്ന് അറിയാലോ? ഇന്റീരിയർ ഏത് മീൻസ് ടോട്ടൽ ഇന്റീരിയറിന്റെ അറിയാമോ? ഈ 30 ലക്ഷം കിച്ചണിന്റെ മാത്രമാണോ ബഡ്ജറ്റ്? ഇന്റീരിയറിന്റെ മൊത്തം ചെലവാണ്. കിച്ചൺ അതിനകത്ത് 10 ലാക്ക് അതിനകത്ത് ചെലവാക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ പറഞ്ഞ ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് പോകുന്നു. അവരുടെ കയ്യിൽ 2 ഫ്രിഡ്ജും ചിലപ്പോൾ കണ്ടേക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലപ്പോൾ 2 ചെയ്യുന്നവരുണ്ട്, ചിലപ്പോൾ 1 തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ ഷോ കിച്ചൺ വെക്കുന്നതുകൊണ്ട് ഇപ്പൊ ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാഴ്ചയുടെ ഒരു ഭംഗി, ആ ഒരു ഡിസ്പ്ലേയുടെ ഭംഗിയായിരിക്കുമല്ലോ. അതിനപ്പുറം ഈ ഷോ കിച്ചൺ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആക്ച്വലി ഷോ കിച്ചന്റെ ഏറ്റവും വലിയ ഗുണം അതിന്റെ പേര് തന്നെയാണ്, ഷോ തന്നെയാണ്. അപ്പൊ ശരിക്കും ഏറ്റവും വലിയ ഗുണം ഈ കാഴ്ചയിലുള്ള ഭംഗി തന്നെയാണ്, 100%. പക്ഷെ ഈ ആൾക്കാർ എന്തുകൊണ്ട് ഈ കാഴ്ചകൾ ഈ ഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഈ ഷോ കിച്ചൺ ഉപയോഗിക്കാതിരിക്കുന്നത്? അതെന്നും അതുപോലെ തന്നെ കിടക്കണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കിച്ചൺ എന്നുള്ള കോൺസെപ്റ്റോട് പോകേണ്ട കാര്യമില്ല. ഒന്നുകിൽ ഇപ്പൊ ഒരു സാധാരണക്കാരൻ ചെയ്യുന്നത് എങ്ങനെയാണ്, കിച്ചൺ ദെൻ വർക്ക് ഏരിയ അല്ലെ? വർക്ക് ഏരിയയിൽ അവരുടെ വർക്കുകളെല്ലാം നടക്കും. ഒരു തേങ്ങ പൊതിക്കുന്നത്, തേങ്ങ ചിരണ്ടുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വർക്ക് ഏരിയ. പാത്രം കഴുകുന്ന അവിടെ ആയിരിക്കും. നമ്മുടെ എവിടെയാ പാത്രം കഴുകുന്നത്? അത് വർക്ക് ഏരിയ. നമുക്ക് വർക്ക് ഏരിയയിൽ ഒരു ഹുഡ് ആൻഡ് ഹോബോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. കാരണം എന്താണ്, നമ്മുടെ കിച്ചൺ മെയിൻ കിച്ചണിൽ തന്നെയാണ് നമ്മളെല്ലാം മെയിൻ കിച്ചൺ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ വർക്ക് ഏരിയ ഉള്ള ആൾക്കാർ ഇത് ഫസ്റ്റത്തെ കിച്ചൺ ഷോ കിച്ചൺ ആണെന്ന് ചിന്തിക്കരുത്. അത് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ഇപ്പൊ ഇത്രയും ഒരുപാട് തുക മുടക്കിയ ആൾക്കാർ ഷോ കിച്ചൺ പണിതിടുന്നു. അത് ഉപയോഗിക്കാത്തതിന്റെ മെയിൻ റീസൺ എന്തായിരിക്കും? അത് ഷോ കിച്ചൺ ആയതുകൊണ്ട് തന്നെയാണ്. രണ്ടാമതൊരു കിച്ചൺ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് മാത്രം ചെയ്യുന്നുണ്ട്. അത് മാത്രം ഉപയോഗിക്കാന്നുള്ള കോൺസെപ്റ്റ് ആദ്യം തന്നെയുണ്ട്. അല്ലാതെ എന്തെങ്കിലും അവിടെ ജോലി ചെയ്താൽ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ? അത് 2 രീതിയിൽ നമുക്ക് കാണാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഷോ കിച്ചൺ ചെയ്യുന്ന മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെടുത്തി പറയേണ്ടി വരും. ഷോ കിച്ചൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്യുന്ന ടൈല്, ഗ്രാനൈറ്റ്, കൊറിയൻ ടോപ്പ് അങ്ങനെയുള്ള മെറ്റീരിയൽസ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് ഒക്കെ ആയിരിക്കും. നമുക്ക് ഇത് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണെന്ന് ചോദിച്ചാൽ സ്ക്രാച്ചുകൾ ഇതൊക്കെ ഹൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിനകത്ത് ഇതൊന്നും കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഏത് കൊറിയൻ ടോപ്പ് പോലുള്ള മെറ്റീരിയൽസ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കിച്ചൺ എന്ത് ചെയ്യുന്നു, ഇവർ സെപ്പറേറ്റ് യൂസ് ചെയ്യുന്നു, അത് ഉപയോഗിക്കുന്നു. അതേസമയം നമ്മുടെ ഫസ്റ്റ് കിച്ചൺ, അതായത് ഷോ കിച്ചൺ എന്ന് പറയുന്ന സംഗതിയിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കാം. ഇപ്പോൾ പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഗ്ലാസ്, ടഫൻ ഗ്ലാസ് ആയിരിക്കത്തില്ല, ചിലപ്പോൾ ലാക്കഡ് ഗ്ലാസ്, ടഫൻ ഗ്ലാസ്, ലാമിനേറ്റഡ് ഗ്ലാസ്, ഒരുപാട് ഗ്ലാസ്സുകൾ നമുക്കവിടെ യൂസ് ചെയ്യാം. ഈ ഗ്ലാസ്സുകൾക്ക് ഉള്ള പ്രോസ് ആൻഡ് കോൺസ് എപ്പോഴും അതിനകത്ത് ഉണ്ടാവും. അതുപോലെ ഇതിന് ഹൈ റേറ്റ് നമ്മൾ ചാർജ് ചെയ്ത് ഹൈലി ഇതായി കൂടിയ മെറ്റീരിയൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ കൗണ്ടർ ടോപ്പ് എന്ത് ചെയ്യും, ഈ പറഞ്ഞ സ്റ്റോൺസ് ഒന്നും ഉപയോഗിക്കത്തില്ല, നമ്മുടെ മറൈൻ പ്ലൈവുഡ് പ്ലസ് ലാമിനേറ്റിന്റെ കൗണ്ടർ ടോപ്പ് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചൂടുള്ള ഒരു പാത്രം അതിന്റെ മേളിൽ വെക്കാൻ പറ്റില്ല, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഡിസ്പ്ലേ കിച്ചൺ ഒക്കെ ചെല്ലുന്ന സ്ഥലത്തറിയാം, മിക്കവാറും അവർ ഗ്രാനൈറ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് അല്ലെ സ്റ്റോൺസ് കൗണ്ടർ ടോപ്പ് ഒഴിവാക്കിയിട്ട് അവിടെ ഇതുപോലുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുക. ഒരു കസ്റ്റമർക്ക് ഇത് കയറി ചെല്ലുമ്പോൾ ഒരു കൺഫ്യൂഷനാണ്, ഇത് വീട്ടിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. റഫ് യൂസ് ചെയ്യാൻ പറ്റും, റെഗുലർ യൂസിന് അത് പറ്റില്ല. അപ്പോൾ ഈ നമ്മുടെ ഷോ കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്ക് അത് റെഗുലർ യൂസിന് പറ്റുന്ന മെറ്റീരിയൽ ആയിരിക്കത്തില്ല ഇതിന് യൂസ് ചെയ്യുക. അത് ചെയ്തു കൊടുക്കുന്ന കമ്പനീസ് തന്നെ അത് കൃത്യമായിട്ട് പറയും. അതായത് വരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരു പ്രവാസി നല്ല ഹൈലി പെയ്ഡ് ആണ്, അവർക്ക് താല്പര്യമുണ്ട്, അങ്ങനെ ഒരാളടുത്ത് ഇവർ കൃത്യമായിട്ട് പറയും ഇത് ഷോ കിച്ചൺ ആണ്, ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഇതാണ്, ഇവിടെ ഇന്ന സാധനങ്ങൾ, അതായത് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് അവർ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കും. അത് വെച്ചിട്ടാണ് ഷോ കിച്ചൺ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ വ്യത്യസ്തമായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു അതിന് വെക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും അതിന് മേളി വെച്ച് കഴിഞ്ഞാൽ അതിന് തകരാറ് സംഭവിക്കും. അതുപോലെ നമുക്ക് ഷോ കിച്ചണിൽ നമുക്ക് സ്ഥിരം ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽസ് വെച്ച് ഷോ കിച്ചൺ പണിയുന്നവർ കാണത്തില്ലേ? ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ചെയ്യാം. അല്ല, അങ്ങനെ ചെയ്യുന്നവരും കാണുമല്ലോ. ചെയ്യാം, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതായത് ഒന്ന് തന്നെ 2ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഉദാഹരണം, എൻ്റെ കയ്യിൽ എനിക്ക് കിച്ചൺ ചെയ്യാനായിട്ട് ചെലവാക്കാനുള്ളത് 10 ലക്ഷം രൂപയാണെന്ന് കരുതുക. എനിക്ക് 2 കിച്ചണാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. 5 ലക്ഷം രൂപയ്ക്ക് ഷോ കിച്ചൺ, അല്ലെ 7 ലക്ഷം രൂപയ്ക്ക് ഷോ കിച്ചൺ, ബാക്കി 3 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റെഗുലർ യൂസിനുള്ള കിച്ചൺ. നമുക്കിത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തൊരു സിംഗിൾ കിച്ചണിലോട്ട് ആക്കാം. അപ്പോൾ നമുക്കവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതൊക്കെ ആയിരിക്കണം എന്നറിയണം, ആ മെറ്റീരിയൽ നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നറിയണം. ഇത് വെച്ചിട്ടുള്ള കസ്റ്റമർ ആ ഇന്റീരിയർ ഫേമിന്റെ അടുത്ത്
പറയുന്ന സാധനം അവർ റിക്വയർമെന്റ് പറയുന്ന ഇതായിരിക്കും, ഞങ്ങൾക്ക് ഒരു കിച്ചണേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത്, അത് ഇന്ന സാധനങ്ങളൊക്കെ നമ്മളവിടെ ചെയ്യുന്നതാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് സിംഗിൾ കിച്ചൺ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത്യാവശ്യം ഷോ കിച്ചണും ആയിരിക്കണം അത് കാണാൻ. ഷോ കിച്ചണും ആയിരിക്കും. കിച്ചന്റെ യഥാർത്ഥത്തിൽ കിച്ചണിന്റെ ആ ഒരു ലുക്ക് എന്നുള്ളത് കസ്റ്റമറുടെ മാത്രം താല്പര്യമാണ്. അത് വെച്ചിട്ട് അവര് ഒരെണ്ണമാണോ രണ്ടെണ്ണമാണോ യൂസ് ചെയ്യുന്ന ആദ്യം തന്നെ തീരുമാനിക്കും. വരയ്ക്കുന്ന പ്ലാനിൽ തന്നെ ഉണ്ടാവും, ആ പ്ലാൻ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഷോ കിച്ചൺ ചെയ്യുമ്പോൾ എല്ലാവരും ആ ഒരു ഫാന്റസി എന്നുള്ള രീതിയിലാണ് പോവുക. എപ്പോഴും എല്ലാവരും ചെയ്യുന്ന ഷോ കിച്ചൺ ഫാന്റസിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കണ്ടന്റ് തീ പുകയാത്ത ഷോ കിച്ചൺ എന്ന് പറയാൻ കാര്യം. ഇപ്പൊ നമ്മള് മിക്ക വീടുകളിൽ ഇപ്പൊ ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ്. പക്ഷെ ഈ ഓപ്പൺ കിച്ചണും ഷോ കിച്ചണും ഒന്നല്ലല്ലോ. ഒരു ഓപ്പൺ കിച്ചൺ ഷോ കിച്ചൺ ആയിരിക്കണം എന്നില്ല. എന്ന് വെച്ചാൽ ഓപ്പൺ കിച്ചൺ ഷോ കിച്ചൺ ആവുകയും ചെയ്യാം. ഇനി അത് ഓപ്പൺ അല്ലെങ്കിലും അത് ഷോ കിച്ചൺ ആക്കി നമുക്ക് യൂസ് ചെയ്യാം, അത് അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ തന്നെ, അത് പാർഷ്യലിയോ അതായത് സെമി ഓപ്പൺ ആയിട്ടോ ഫുള്ളി ഓപ്പൺ ആയിട്ടോ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഫുള്ളി ഓപ്പൺ ആയിട്ടോ ചെയ്യാം. പക്ഷെ അതെന്ന് വെച്ച് ഷോ കിച്ചൺ ആയിരിക്കണമെന്നില്ല. ഷോ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ ആ വാക്കിൽ തന്നെ എല്ലാം ഉണ്ട്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഷോ കിച്ചൺ ഹൈ ആയിരിക്കും. എപ്പോഴും അതിന് എന്നാ പറയുന്നത്, ഒരു നല്ല പ്രീമിയം മെറ്റീരിയൽ ഇട്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണം ക്വാർട്സ് ഇട്ടാണ് കൗണ്ടർ ടോപ്പ് ചെയ്യുന്നത്, ലാമിനേറ്റഡ് ഗ്ലാസുകൾ ഇട്ടിട്ടാണ് അതിന്റെ കാർക്കേസ് ചെയ്യുന്നത്. ഉള്ളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സാധനം പ്രീമിയം മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് പാർട്ടിക്കിൾ ബോർഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇട്ട് പ്രീമിയം കിച്ചൺ ചെയ്തു കൊടുക്കുന്ന കമ്പനികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, ഒരു 10 to 20, 30 lakhs വരെ ഈ പറയുന്ന ഷോ കിച്ചണിന് മാത്രം ചിലവാക്കുന്ന ആൾക്കാരുണ്ട്. അതായത് 10 തൊട്ട് ഒരു 10, 20, 30 വരെയൊക്കെ ഷോ കിച്ചൺ ചിലവാക്കുന്ന ആൾക്കാരുണ്ട്. ഇനി നമുക്ക് തന്നെ അറിയുന്ന എത്രയോ പേരുണ്ട് കിച്ചൺ ചെയ്തിട്ട് പിന്നെ ഷോ കിച്ചൺ ആയിട്ട് മാത്രം കൊണ്ടു നടക്കുന്നവര്. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പാല് പോലും ഞങ്ങൾ കാച്ചിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു പാല് കാച്ചി അവസാനിപ്പിച്ചിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാ പണിയും വർക്ക് ഏരിയയിലാണ് ചെയ്യുന്നത്, വെറുതെ ഇട്ടേക്കുവാണ്. അപ്പോ ഞാൻ പലപ്പോഴും ഞാനത് അവരുമായിട്ട് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുമ്പോഴേ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇത് വൃത്തികേടാവുമോ, ഇതിനകത്ത് പ്രശ്നങ്ങൾ വരുമോ എന്നൊക്കെയുള്ള ഒരു ഇൻഹിബിഷനാണ് അവരെ കൊണ്ട് അതിലോട്ട് എത്തിക്കുക. ഒരാൾ വരുമ്പോൾ ഇനി നമുക്ക് വേണേൽ ചോദിക്കാം, ഇതൊരു സ്റ്റാൻഡേർഡിന്റെ ഭാഗമാണോ എന്ന് വേണേൽ ചോദിക്കാം, സ്റ്റാറ്റസ് സിമ്പിൾ ആണെന്ന് ചോദിക്കാം. ഒരു പക്ഷെ അങ്ങനെ പറയേണ്ടി വരും. കാര്യം ഒരാൾ കയറുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന മിക്കവാറും വീടുകളിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന അടുക്കളയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിന് അത്ര വലിയ വൃത്തിയൊന്നും കാണത്തില്ല. അതെപ്പോഴും ഒരു ഇതായിട്ടായിരിക്കും, എപ്പോഴും ഭക്ഷണമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ ഷോ കിച്ചൺ എപ്പോഴും ഷോ തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആണോ എന്നുകൂടെ പലപ്പോഴും തോന്നിക്കാത്ത രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഷോ കിച്ചണുകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷോ കിച്ചൺ സ്ഥിരം ഉപയോഗിക്കുന്ന ബഡ്ജറ്റ് അല്ലേ, ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഷോ കിച്ചൺ ആയിട്ടും ചെയ്യാൻ ചെയ്യും. പക്ഷെ അതിനകത്ത് നമ്മുടെ എഫേർട്ട് നമ്മൾ ഇതിപ്പം നീ ഇവിടെ ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും ഇത് ഭക്ഷണം വെച്ചതിന് ശേഷം അത് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കിയിട്ട് അത് വിടുന്നു, പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് എടുക്കും, അതും വീണ്ടും തുടച്ച്, അങ്ങനെ ഒരു പ്രോസസ്സ് ഇതിനകത്ത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ട് ഷോ കിച്ചൺ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ചെയ്യുന്ന ആൾക്കാർക്ക് മിക്കവാറും വെളിയിലുള്ളവരും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് അതൊന്നും സാധിച്ചു പറ്റാറില്ല. ഇപ്പൊ പല പല വീടുകൾ കാണുന്നുണ്ടല്ലോ, ഇതൊരു പേഴ്സണൽ ക്വസ്റ്റൻ ആട്ടോ. പല പല വീടുകൾ കാണുന്നു, കൺസൾട്ടിങ്ങിന് പോകുമ്പോഴും അല്ലാതെ വീഡിയോ എടുക്കാൻ പോകുമ്പോഴൊക്കെ ഒത്തിരി വീടുകൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ പലയിടത്തും ഈ ഷോ കിച്ചൺ കണ്ടിട്ടുണ്ടായിരിക്കും ഉപയോഗിക്കാതിട്ടേക്കുന്നത്. അപ്പൊ പുതിയതായിട്ട് വീട് വെക്കാൻ പോകുന്ന ഒരാളിപ്പോ ഒരു സജഷൻ ചോദിക്കുക, ഞങ്ങൾ ഷോ കിച്ചൺ വെക്കണോ വീട്ടില്, അങ്ങനെയാണ് അവർക്ക് എന്തായിരിക്കും കൊടുക്കുന്ന റിപ്ലൈ? യഥാർത്ഥത്തിൽ ഈ വീട് വെക്കുന്ന എല്ലാ ആൾക്കാർക്കും ഞാൻ നമ്മുടെ ഏത് കൺസൾട്ടിങ്ങിനായിക്കോട്ടെ, അല്ലാതെ നമ്മുടെ ഫോണിൽ വിളിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, അവനവന്റെ വീട് എന്ന് പറഞ്ഞാൽ അവനവന്റെ മാത്രമാണ്. ഇപ്പോൾ എൻ്റെ വീട് എൻ്റെ മാത്രമാണ്, നമ്മുടെ മാത്രമാണ്, അല്ലെങ്കിൽ 1-2 പേരാണ് അതിനകത്ത് ഇറങ്ങി വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അവരുടെ സ്വപ്നമാണ് കാണുന്നത്. അപ്പോൾ വീട് വെക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിനകത്ത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പലരും നമ്മുടെ അടുത്ത കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട് വെക്കുമ്പോഴത്തേക്കും ബഡ്ജറ്റ് നിയന്ത്രണത്തെക്കുറിച്ചാണ്. പലരും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോമുകൾ വെക്കുമ്പോൾ എങ്ങനെ കുറയ്ക്കാമെന്നാണ് ചോദിക്കുന്നത്. ആ വേർഡ് തന്നെ മാറ്റി ശീലിക്കേണ്ട ഒരു സാഹചര്യം. എന്ന് പറഞ്ഞതുപോലെ വീട് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒരു ബഡ്ജറ്റ്, ഒരു ഇത്ര രൂപയാണ് എൻ്റെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞിറങ്ങുന്ന ആൾക്കാരോട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഒരു കിച്ചൺ കൊണ്ട് ചെയ്യുക, പിന്നെ ഒരു വർക്ക് ഏരിയ ആവും. അപ്പോൾ നമ്മൾ ചെയ്തത് നമ്മുടെ കയ്യിൽ ഒരു ബഡ്ജറ്റ് ഉണ്ടാകും, നമുക്ക് ഇത്രയായിരുന്നു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു, അത് വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കിച്ചൺ, ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു വർക്ക് ഏരിയ എന്നുള്ള കോൺസെപ്റ്റിൽ പോവാം. വർക്കിംഗ് കിച്ചൺ എന്നുള്ള കോൺസെപ്റ്റിലോട്ട്, അല്ലെങ്കിൽ 2 കിച്ചൺ, ഡിസ്പ്ലേ കിച്ചൺ അല്ല വർക്കിംഗ് കിച്ചൺ എന്ന കോൺസെപ്റ്റിൽ വരുമ്പോഴത്തേക്കും കോസ്റ്റ് എന്ന് പറയുന്നത് ഇരട്ടിയാവുക ചെയ്യുന്നത്, എക്സ്പെൻസ് എപ്പോഴും കൂടുക ചെയ്യുന്നത്. അതൊരു കാറ്റഗറി. ഇനി ബഡ്ജറ്റ് ഒരു പ്രശ്നമാണ്. ഇത് ഞാൻ പറഞ്ഞ ഒരു നോർമൽ ബഡ്ജറ്റ് കയ്യിലുണ്ട്, കയ്യിൽ വെച്ചിട്ട് ചെയ്യുന്ന 3 തരത്തിലുള്ള ആൾക്കാരാണ് വീട് ചെയ്യുന്നത്. ഒന്ന് പൈസ അത്യാവശ്യം എല്ലാം സ്വരുക്കൂട്ടി വെച്ച് ചെയ്യുന്നവര്,
അവർക്ക് ലോൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. എങ്കിൽ പോലും അവരുടെ കയ്യിൽ ഒരു എമൗണ്ട് ഉണ്ടാവും. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്, അവരുടെ കയ്യിൽ പണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി കാണാൻ സാധ്യത കുറവാണ്. ലോൺ എടുത്തിട്ട് വേണമായിരിക്കും ചെയ്യാൻ. അങ്ങനെയുള്ളവർ ഒരു ചെറിയ ബഡ്ജറ്റ് ചെയ്യുന്നവരാണ്. അപ്പൊ അവരോട് എപ്പോഴും പറയുന്നത് ഒരു കിച്ചൺ, ഒരു സിംഗിൾ കിച്ചണായിട്ട് വർക്ക് ചെയ്തു പോകാന്നുള്ളതാണ്. അപ്പോൾ ഈ ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് സ്ക്വയർ ഫീറ്റിലൊക്കെ ആ ഒരു സാധനം ഉണ്ടാകും. അപ്പോൾ അത് കൂടാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു കിച്ചൺ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇപ്പോൾ. മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാധനം, അതായത് ഒരു ഡിസ്പ്ലേ കിച്ചൺ അല്ലെങ്കിൽ ഷോ കിച്ചൺ, അപ്പുറം ഒരു വർക്കിംഗ് കിച്ചൺ, അങ്ങനെയുള്ളിടത്ത് നമുക്ക് ഒരു പക്ഷെ പറയുന്നതിന് ഒരു പരിമിതി ഉണ്ടാവും. പക്ഷെ എങ്കിലും അവരുടെ അടുത്ത് നമ്മൾ പറയാറുണ്ട്, ഇതുപോലെ ഒരു സജഷൻ എന്ന രീതിയിൽ പറയാറുണ്ട്, ഇത് നിങ്ങൾക്ക് ഇങ്ങനെയാണോ, അവരോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതെന്നോ വേണ്ടെന്നോ പറയാൻ സാധിക്കും. ചിലപ്പോൾ അവരുടെ ഒരു ആഗ്രഹമാണ്. അതിപ്പം വീട് വെക്കുന്ന ഓരോരുത്തരുടെ ആഗ്രഹമാണ്. അവരുടെ വീടിന്റെ ഒരു ഇഞ്ച് ബൈ ഇഞ്ച്, ഒരു മുക്കും മൂലം എങ്ങനെ ഇരിക്കണം എന്നുള്ള അവരുടെ മാത്രം ആഗ്രഹമാണ്. പക്ഷെ അതിൽ ഒരു കൺസൾട്ടന്റ് ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും കൺസൾട്ടന്റിന്റെ ശ്രദ്ധ എപ്പോഴും എസ്തെറ്റിക്സ്, ബാക്കിയുള്ള മെറ്റീരിയൽ മാത്രമല്ല, അതിനകത്തുള്ള ബഡ്ജറ്റ് ഒരു പ്രധാന സംഗതിയാണ്. കാര്യം അയാളെ ആ തൊഴിൽ ഏൽപ്പിക്കുന്ന അതിനൂടെ കൂടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് അവരോട് പറയാം ഇതുപോലെ. പക്ഷെ പേഴ്സണലി അങ്ങനെയുള്ളിടത്ത് നമുക്ക് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ ചെയ്യാം. ഡിപ്പെൻസ് ആണ് ഷോ കിച്ചൺ. പക്ഷെ ഷോ കിച്ചൺ ഒരു അനിവാര്യതയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാര്യം അത് നീ പറഞ്ഞത് ഒരു എന്നാ പറയുന്നത്, ഒരു വ്യൂവർ എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്കോ ആയിരിക്കും. ഞാൻ പറയുന്നത് അതിന്റെ വേറൊരു നിലയിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്ത അല്ലെങ്കിൽ അത് ചെയ്യുന്ന തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള സംഗതി. അപ്പൊ ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല. കാര്യം നമ്മൾ പറഞ്ഞതുപോലെ ഷോ കിച്ചൺ അല്ലെങ്കിൽ ഡിസ്പ്ലേ കിച്ചൺ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഒരു തെറ്റൊന്നുമില്ല. പക്ഷെ അതിനൊരു എക്സ്പെൻസ്, നമ്മളൊരു വീട് വെക്കുമ്പോഴത്തേക്കും ഒരു എന്താ പറയുന്നത്, ഒരു ഡെഡ് ഇൻവെസ്റ്റ് ഒന്നും അങ്ങനെയൊക്കെ പറയാം അല്ലെ, ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് ശരിക്കും ഷോ കിച്ചൺ ചെയ്തേക്കുന്നത്. ആ പേര് തന്നെയാണ് അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ പോയിന്റ്. അതൊരു ഷോ കേസ് അല്ലെങ്കിൽ ഡിസ്പ്ലേ കിച്ചൺ ആണ്. ഒരുപാട് വീടുകളിൽ, ഒത്തിരി വീടുകളിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന പല സ്ഥലങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ആലോചിച്ചപ്പോൾ കിട്ടിയ സംശയങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുമോ അല്ലെങ്കിൽ കമന്റിന് റിപ്ലൈ തരുമോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഇത്രേ ഉള്ളൂ, നമുക്ക് ഒരാൾ ചെയ്ത സാധനം അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല പറയുന്നത്. ഒരു അനിവാര്യമാണോ എന്നതിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അനിവാര്യമാണോ? ഒരുപാട് കാശ് കയ്യിലുള്ള ഒരാളുടെ വീട്ടിലെ ഷോ കിച്ചൺ കണ്ടിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലും അത് വേണമെന്ന് ചിന്തിക്കാതിരിക്കാം. അതെ, നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേബിൾ അല്ലാത്ത ഒരാളുടെ അവസ്ഥ. ഒത്തിരി പുറത്തുനിന്ന് പൈസ ഒക്കെ എടുത്തതിന് വേണ്ടി മാത്രം പൈസ ചെലവാക്കാതിരിക്കുക, അത്ര തന്നെ. അപ്പൊ അങ്ങനെയാണ് ശരിക്കും കിച്ചൺ എന്ന് പറയുന്ന സാധനം തീ പുകയാത്ത ഷോ കിച്ചൺ. ഞങ്ങൾ അതിന്റെ പേര് ആദ്യം ചിന്തിച്ചപ്പോഴത്തേക്കും ഭയങ്കര ഈസി ആയിട്ട് ഞാൻ പറഞ്ഞൊരു സാധനമായിരുന്നു തീ പുകയാത്ത. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള 100 ഷോ കിച്ചണുകളിലും, ഫിഗർ വെറുതെ ഞാൻ 100 പറഞ്ഞെന്നുള്ളൂ, അതിലേറെ കണ്ടിട്ടുണ്ട് ഇവിടെ ഒന്നും തീ പുകയാറില്ല. അത് തന്നെയാണ് റിസൺ. അപ്പോൾ ഇതാണ് ഇന്നത്തെ കണ്ടന്റ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി ഇങ്ങനെയുള്ള വ്യാഴാഴ്ചകളിൽ ഏറ്റവും എന്താ പറയുക ഹോട്ടായിട്ടുള്ള കുറച്ച് കണ്ടന്റുകൾ ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് വീട് വെക്കുന്ന ഓരോരുത്തർക്കും 100%, 101% പ്രയോജനപ്പെടുന്നുള്ള കാര്യത്തിൽ എഴുതി ഒപ്പിട്ട് തരാം. ശരിയല്ലേ? ശരിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ പറയാം അല്ലേ? ഓക്കെ, വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ടോക്ക് ടു ഇന്ത്യ.